ഹൈറിച്ചുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഹൈറിച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഹൈറിച്ചുമായി ബന്ധപ്പെട്ട വീഡിയോകൾ മാത്രമല്ല, ഇതിനു മുമ്പ് നമ്മൾ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെയും തട്ടിപ്പുകളെ കുറിച്ചുള്ള നിരവധി വീഡിയോകൾ നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ചെയ്തിട്ടുള്ളത് MTF എന്ന് പറയുന്ന ഒരു മെറ്റാവേഴ്സ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചായിരുന്നു. കോടിക്കണക്കിന് രൂപയാണ് അവർ മലയാളികളിൽ നിന്നും തട്ടിച്ചു പോയത്. അതിൻ്റെ വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾക്ക് നമ്മളെ ഈ ഒരു ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഹൈറിച്ചിനെതിരായിട്ട് ഇപ്പോൾ 3 അന്വേഷണങ്ങളാണ് നിലനിൽക്കുന്നത്. ഒന്ന് 6 മാസം മുമ്പ് നടന്നിട്ടുള്ള GSTയുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. ആ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഹൈറിച്ച് ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരുമോ എന്നുള്ളതാണ്. അതും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്. ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരുമെന്നോ വരില്ല എന്നോ ഒന്നും തന്നെയുള്ള ഒരു അന്തിമ വിധി ഇതുവരെ വന്നിട്ടില്ല. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ED ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. 100 കോടി രൂപ വിദേശത്തേക്ക് കടത്തിയെന്ന അനിൽ അക്കരയുടെ ഒരു പരാതിയാണ്. ആ പരാതിയിൽ മേലാണ് ഇപ്പോൾ ഒരു ED അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നിലവിൽ ഹൈറിച്ചിനെതിരായിട്ടുള്ള 3 കേസുകൾ. ഈ 3 കേസുകളിലും അന്തിമമായിട്ടുള്ള ഒരു വിധി ഇതുവരെ ഉണ്ടായിട്ടില്ല. അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അന്വേഷണത്തിൽ ED ഇപ്പോൾ നിലവിൽ തുടങ്ങി കുടുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. കാരണം ഹൈറിച്ചിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തവർക്കൊന്നും തന്നെ യാതൊരു പരാതിയുമില്ല. ED അന്വേഷണം തുടങ്ങിയിട്ട് പോലും ആരിൽ നിന്നും ഇതുവരെ ഒരു പരാതിയും ഹൈറിച്ചിനെതിരായി EDക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. മുമ്പ് ലഭിച്ചിട്ടുള്ള 3 പരാതികൾ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു പരാതി പോലും ഹൈറിച്ചിനെതിരായിട്ട് എവിടെയും ലഭിച്ചിട്ടില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ EDക്ക് ഇപ്പം ഇൻവെസ്റ്റർമാരെ തേടി പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഹൈറിച്ചിനെ സംബന്ധിച്ചിടത്തോളം, ഹൈറിച്ച് യൂണിയനെ സംബന്ധിച്ചിടത്തോളം, ഹൈറിച്ച് ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. പുറത്തുള്ള ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഹൈറിച്ചിനെതിരായിട്ട് വലിയ രീതിയിലുള്ള രോഷം നിലനിൽക്കുന്നത് എന്നാണ് ഈ ഒരു അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ആ വാർത്തയുടെ ഇൻട്രോ ഒന്ന് കാണാം. കാരണം പലർക്കും ഇതൊന്നും പറഞ്ഞാൽ വിശ്വാസം വരില്ല. അതിനെതിരായിട്ടുള്ള കുറേ കമൻറ്റുകളായിട്ട് വരും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇന്ന് രാവിലെ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. ഹൈറിച്ചുകാർക്ക് ഹൈറിച്ചിനെതിരായിട്ട് പരാതിയില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. നമുക്ക് ആ വാർത്ത ഒന്ന് കാണാം. ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേസിൽ നിക്ഷേപകരുടെ വിവരങ്ങൾ ശേഖരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കോടികളുടെ തട്ടിപ്പ് പുറത്തു വന്നിട്ടും പരാതിക്കാർ രംഗത്ത് വരാത്ത പശ്ചാത്തലത്തിലാണ് നടപടി. ഇതാണ് EDയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കാരണം EDക്ക് മുമ്പ് ലഭിച്ച 3 പരാതികൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതൊഴിച്ചു കഴിഞ്ഞാൽ മറ്റ് പരാതികളൊന്നും തന്നെ ഇൻവെസ്റ്റർമാരിൽ നിന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ EDക്ക് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് പരിമിതികളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ED ഇപ്പം ഹൈറിച്ചുകാരെ തേടി ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇതിനൊരു 4 മാസം മുമ്പ്, അല്ലെ 4-5 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു വലിയ തട്ടിപ്പ് നടന്നിരുന്നു. അതിൽ പോലീസുകാരുടെയും അധ്യാപകരുടെയും ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയായിരുന്നു നഷ്ടപ്പെട്ടത്. അതായിരുന്നു MTF അഥവാ മെറ്റാവേഴ്സ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. ഈ മെറ്റാവേഴ്സിനെ കുറിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അന്വേഷണം കേരളത്തിൽ നടന്നോ എന്ന് ചോദിച്ചാൽ ആർക്കും അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നതാണ്. AI ട്രേഡിംഗിന്റെ പേരിൽ മലയാളികളിൽ നിന്നടക്കം കോടിക്കണക്കിന് രൂപ സമാഹരിച്ച കമ്പനി പ്രവർത്തനം നിർത്തി. മെറ്റാവേഴ്സ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന പേരിലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തനരഹിതമായി. മോഹിപ്പിക്കുന്ന വരുമാനം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. പ്രവാസികളടക്കം ആയിരക്കണക്കിന് മലയാളികൾക്ക് നഷ്ടപ്പെട്ടത് കോടിക്കണക്കിന് രൂപയാണ്. അധ്യാപകരുടെയും പോലീസുകാരുടെയും ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു എന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകളൊക്കെ തന്നെ അന്നും പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ ഒരു ആത്മാർത്ഥതയോടെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അന്ന് ഈ MTF എന്ന് പറയുന്ന മെറ്റാവേഴ്സ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെതിരായിട്ടായിരുന്നു ആദ്യം അന്വേഷണം വരേണ്ടത്. കാരണം അതിൻ്റെ ഓണേഴ്സ് ആരെന്ന് പോലും അറിയാതെയാണ് കോടിക്കണക്കിന് രൂപ പലർക്കും നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഒരു സുപ്രഭാതത്തിൽ അതിൽ ട്രാൻസാക്ഷൻ നടത്തുന്ന ആപ്ലിക്കേഷൻ പോലും പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു. അത്തരത്തിലായിരുന്നു ആ ഒരു സ്കാം പ്രൊജക്റ്റ് ഒരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷമായത്. അതിനെതിരായി ഒരു അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള നിയമ നടപടി സ്വീകരിക്കുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഹൈറിച്ചിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമല്ല. ഹൈറിച്ചിൻ്റെ ഓണേഴ്സ് കേരളത്തിൽ തന്നെ ഉണ്ട്. ഇന്നും അവർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത് അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ഹാജരാകട്ടെ, എപ്പോൾ ഹാജരാകാൻ പറ്റും എന്നാണ് അഭിഭാഷകനോട് കോടതി ചോദിച്ചത്. നാളെ അതിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാം എന്ന് ഹൈറിച്ചിൻ്റെ അഭിഭാഷകൻ പറയുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഹൈറിച്ചുമായി ബന്ധപ്പെട്ട അന്വേഷണം. അപ്പോൾ സത്യസന്ധമായിട്ടുള്ളതും ആത്മാർത്ഥതയോടു കൂടിയുള്ള അന്വേഷണമാണ് ഹൈറിച്ചിനെതിരായിട്ട് നടക്കുന്നതെങ്കിൽ ഏകദേശം 2-3 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടത്തിയ ഒരു വലിയ ഹാക്ക് പ്രൊജക്റ്റിനെതിരായിട്ടുള്ള ഒരു അന്വേഷണം കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും എന്ന് അന്വേഷണ ഏജൻസികളെ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്.